ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ മേക്കപ്പ് പൗച്ചാണ്. ഞാൻ വിചാരിച്ചു കുറച്ച് വെറൈറ്റിക്കൊക്കെ ആയിട്ട് മേക്കപ്പ് പൗച്ചിൽ എന്തൊക്കെയാണെന്ന് കാണിക്കാമെന്ന്. അപ്പം സ്റ്റിൽ ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഞാൻ പുറത്ത് പോകുമ്പോൾ ക്യാരി ചെയ്യുന്നതാവട്ടെ, ഇപ്പം ഞാൻ ടൂറൊക്കെ പോകുമ്പോൾ ഒക്കെ ഞാൻ ക്യാരി ചെയ്യുന്നത് ഈ ഒരു ബാഗിലാണ്. എനിക്കിത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പം ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. സത്യം പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ഇപ്പം ഉണ്ട് അത്യാവശ്യത്തിന് മാക്സിമം നമുക്ക് കുറേ മേക്കപ്പ് സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം മതി. അപ്പോൾ എൻ്റെ അത്ര മേക്കപ്പ് സാധനമൊന്നുമില്ല. ഞാനിപ്പം കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഐ ഷാഡോ പാലറ്റ്, മറ്റേ ഹൈലൈറ്ററും കാര്യങ്ങളൊക്കെ. ഞാൻ ഇതുവരെ ആകെ ഞാൻ യൂസ് ചെയ്ത സാധനം എന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് എന്തൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിബ് തുറക്കാം. ഫസ്റ്റ് വൺ സൺസ്ക്രീൻ ആണ്. ആൻഡ് ഇത് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പുറത്ത് പോകുമ്പം അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണെങ്കിലും സൺസ്ക്രീൻ ഇടൽ നിർബന്ധമുള്ളൊരു കാര്യമാണ്. ആൻഡ് പിന്നെ എനിക്ക് ഡോക്ടർ ആയി തന്ന സൺസ്ക്രീൻ ആണ് ഫസ്റ്റ് വൺ. പിന്നെ ഈ ഒരു ക്ലിപ്പും പിന്നെ ഈ ഒരു ക്ലിപ്പും നമുക്ക് മുടിയൊക്കെ മറ്റേ കെട്ടിയൊക്കെ വേണ്ടിയിട്ട് 2 ക്ലിപ്പ് വേണം. ദിസ് ഇസ് സോ ക്യൂട്ട്. ഒരു ഭയങ്കര എയ്സറ്റിക് ഇൻട്രസ്റ്റ് മോഡലായിട്ടില്ലേ? അതെ, നല്ല മണമുണ്ട്. അപ്പം ഈ ഒരു 2 ക്ലിപ്പാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കൂടുതലുള്ളത് ലിപ്സ്റ്റിക്കാണ്. ഓവർ എന്താ പറയുക, ക്രീമോ കാര്യങ്ങളോ അല്ല എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ആകെ ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീനാണ്. അപ്പം ബാക്കിയൊക്കെ മൊത്തം ലിപ്സ്റ്റിക്കാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ആൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് DLCO26 ആണ്. ഓൾമോസ്റ്റ് അല്ല, എല്ലാ സ്കിൻ ടോണും ചേരുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണിത്. ഓക്കെ, സെക്കൻഡ് വൺ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്ത വീഡിയോയിലും ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചപ്പോൾ ഞാനിത് ഏതാ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മെബലൻ്റെ ലിപ്സ്റ്റിക്കാണ്. മേഡ് ഈസി എന്നാണ് ഇതിൻ്റെ പേര്. സെക്കൻഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. തേർഡ് ലിപ്സ്റ്റിക്ക് ഇത് ബ്ലൂ ഹെവൻ്റെ ഇൻറ്റൻസ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിനൊരു 50 രൂപ അല്ലെങ്കിൽ 90 രൂപ ഉണ്ടാവും. പക്ഷേ ആ ഒരു 90 രൂപയുടെ റേഞ്ച് അല്ല ഇതിൻ്റെ കൂടെ ഉള്ളത്. മീൻസ് നമുക്ക് എന്തെങ്കിലും ഒരു വെറ്റാൻ വലിയൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര എക്സ്പെൻസ് ആണ്. അപ്പോൾ ഒരു വട്ടം ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, ഭയങ്കര പിങ്ക് ന്യൂഡ് എന്നൊക്കെ പറഞ്ഞു. ദാറ്റ് സോ മച്ച് ഗുഡ്. അപ്പം അത് തീർന്നപ്പം ഞാനിത് എനിക്ക് തോന്നുന്നു ഞാനത് 3-4 വട്ടം ഞാനത് വാങ്ങിയിട്ടുണ്ടാവും. അഫോർഡബിളും ആണ്. നമുക്ക് എപ്പോഴും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. കോളേജ് ആവട്ടെ, ഓഫീസ് ആവട്ടെ, അല്ലെങ്കിൽ ഡെയിലി വെയർ ആവട്ടെ, കാഷ്വൽ വെയർ ആവട്ടെ, ഒക്കത്തിനും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷെയ്ഡാണിത്. ആൻഡ് ഇത് ബ്ലൂ ഹെവൻ്റെ ഇൻറ്റൻസ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നത് ചോക്ലേറ്റ് സ്റ്റോണിലാണ്. എനിക്ക് പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ പേരൊക്കെ നല്ലോണം അറിയാം. മീൻസ് എങ്ങനെയാണ് ഞാൻ പഠിച്ചു വെക്കും ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ. ഓൾമോസ്റ്റ് എനിക്ക് എല്ലാം പറയാം. എൻ്റെ എല്ലാത്തിൻ്റെയും ഷെയ്ഡിക്ക് അറിയാം. ഓക്കെ, അപ്പോൾ 3ാമത്തെ ലിപ്സ്റ്റിക്കാണിത്. ഇനി നമ്മുടെ 4ാമത്തെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാക്മേ ഫോറെവർ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് ന്യൂഡ് ട്വിസ്റ്റ് ആണ്. ഇതിന് ന്യൂഡ് ഡ്രീം ഉണ്ട്, അതെനിക്ക് വാങ്ങണം എന്നല്ല താല്പര്യമുണ്ട്. അപ്പം 400 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം എനിക്കത് വാങ്ങണം. ഇത് നല്ലൊരു അടിപൊളി ഷെയ്ഡാണ്. നമുക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് അങ്ങനെ അറിയില്ല. ഒരു ലൈറ്റായിട്ട് ഇടാം, ഡാർക്കായിട്ട് വേണമെങ്കിൽ ഇടാം, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. പിന്നെ ഫോർത്ത് ഇത് 4ാമത്തെ അല്ലേ? 5ാമത്തെ ലിപ്സ്റ്റിക്ക് ഇത് കളക്യൂൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് അങ്ങനെ എല്ലാവർക്കും ചേരൂല. ഒരു കുഴപ്പമില്ലാത്തൊരു ഓക്കെ ഷെയ്ഡാണ്. ഇപ്പം നമുക്കിപ്പോൾ ഞാൻ പറയട്ടെ, എനിക്ക് തന്നെ ചില സമയം ടാൻ ആയി കഴിഞ്ഞാൽ എനിക്കും ചേരാറില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു ബ്രൈറ്റ് സ്കിന്നാർക്ക് ഒക്കെ ഇത് ഓൾമോസ്റ്റ് ചേരും. ഇത് ബ്ലഷായിട്ടൊക്കെ യൂസ് ചെയ്യാം എന്നല്ലാതെ വലിയൊരു ഇതൊന്നും എനിക്ക് ഇതിനോട് ഇഷ്ടമായിട്ടില്ല. ഇതെനിക്ക് ഇതിൻ്റെ ദീദി വാങ്ങി തന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ പറഞ്ഞ വെറ്റാൻമെൻറ്റിൻ്റെ ഷെയ്ഡിൻ്റെ ലിപ്പില്ല, ഞാനൊരു വേറെ ബാഗിലാണുള്ളത്. അപ്പോൾ ഇതിലാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന ഈ ഒരു ക്യൂട്ട് സാധനം, ഇത് നമ്മുടെ ഹെഡ്സെറ്റാണ്, അതായത് ഇയർപോഡാണ്. ഞാൻ എപ്പോഴും ക്യാരി ചെയ്യും, കാരണം പാട്ട് കേൾക്കാനും കോൾ ചെയ്യാനൊക്കെ എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ഓക്കെ, ദിസ് വൺ. പിന്നെ എൻ്റെ എൻ്റെ 2 ഫേവറേറ്റ് സ്പ്രേ ആയിട്ടുള്ള ബെല്ല വിറ്റിൻ്റെ ഒരു ഗ്ലാം വുമൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡും, ആൻഡ് ഇത് ബെല്ല വിറ്റിൻ്റെ തന്നെയാണ്. ഇത് രണ്ടും റോസ് വുമൺ എന്നുള്ള ഷെയ്ഡാണ്. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പം ഇത് രണ്ടും നല്ല സ്മെല്ലാണ്. നമുക്ക് അങ്ങനെ എന്താ പറയുക, ഒരു കാറിലൊക്കെ പോകുമ്പോഴായിട്ട് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു വൊമിറ്റിംഗ് ഒക്കെ ടെൻഡൻസി ഒക്കെ വരില്ലേ ഈ സ്പ്രേൻ്റെ സ്മെല്ലൊക്കെ അടിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനത്തെ ഇതൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. മൈഗ്രൈനൊക്കെ ആയതുകൊണ്ട് എനിക്കങ്ങനെ ഓവർ ഈ ഒരു കുത്തുന്ന സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം ഞാൻ എടുക്കുന്നത് മണക്കം. ഓക്കെ, പിന്നെ എൻ്റെ ഉള്ളത് എല്ലാവരുടെയും കയ്യിലുള്ള പോലത്തെ ഒരു കാജൽ, പിന്നെ നമ്മുടെ ഒരു ഐലൈനർ. എനിക്ക് ഈ വലിയ ഐലൈനറൊന്നും വലിയ ഇഷ്ടമല്ല.
അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞി ഡാസ്ലർ ഐലൈനർ ഐലൈനർ പൊതുവെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എപ്പോഴെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നൊരു വാലിട്ട് കൊടുക്കും, അത്രേ ചെയ്യും. അപ്പം ഈ ഒരു ഐലൈനറും ഈ ഒരു കാജലും. പിന്നെ എല്ലാ പെൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു വളഞ്ഞ അല്ല തൂങ്ങിയ ഒരു 2 റിബൺ. ഓക്കെ, ഇത് ഞാൻ SMO ഒപ്പം വാങ്ങിയതാണ് അവിടുന്ന്. അപ്പം ഇതൊക്കെ എൻ്റെ കുറേ ഉണ്ട്, സത്യം പറയുകയാണെങ്കിൽ കുറേ സാധനം ഇന്ത്യയിലുണ്ട്. ഓക്കെ, ഇത് പിന്നെ നമ്മുടെ ലിപ് ബാം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസംബറൊക്കെ ആകുമ്പോൾ ചുണ്ടൊക്കെ കട്ടറോടെ പോലെ ഉണ്ടാവും, ചുണ്ടിൻ്റെ തോല് പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലിപ് ബാം വെരി മസ്റ്റാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഡീകൺസ്ട്രക്റ്റഡ് ലിപ് ബാമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ പോകാനും ഒക്കെ എന്താ പറയുക, നല്ലൊരു ഹെൽപ്ഫുള്ളായിരുന്നു ആ ലിപ് ബാം. അപ്പം അത് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വേറെ പോച്ചിലുള്ളത്. അപ്പം അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് വൺ വാച്ചാണ്. വാച്ചിൻ്റെ കളക്ഷൻ ഞാൻ വേണമെങ്കിൽ വേറെ ചെയ്യാം, കാരണം അത് ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇനിയും എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പം അതായത് ഇനി അടുത്ത വീഡിയോ അടുത്ത പാർട്ട് 2 ആക്കിയിട്ടിടാം, കാരണം ഇത് കുറച്ച് ലോങ്ങറാണ്. അപ്പം ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പം കാരണം ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മേക്കപ്പ് പാലറ്റ് ഐ ഷാഡോ പാലറ്റ്, അതുപോലെ തന്നെ 2-3 ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാണ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മൊത്തമായിട്ട് രണ്ടാമത്തോടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു മേക്കപ്പ് വാച്ചിൽ. അപ്പം ഇനിയും നിങ്ങൾക്ക് വീഡിയോസ് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.